ഒരു ഗ്രാമത്തിലൊരു പൊട്ടക്കിണറുണ്ടായിരുന്നു. ഒരിക്കൽ ആ പൊട്ടക്കിണറ്റിൽ അതിൻ്റെ മുതലാളിയായ കൃഷിക്കാരൻ്റെ വയസ്സായ കഴുത വന്നു വീണു. കൃഷിക്കാർ നോക്കിക്കഴിഞ്ഞപ്പോൾ വയസ്സായ കഴുതയെ പുറത്തേക്ക് എടുക്കണമെന്ന് നല്ല പണച്ചെലവുണ്ട്. കിണറാണെങ്കിലും മൂടാനുള്ളതും. അത് കൂട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാം വിളിച്ച് ചപ്പും ചവറെല്ലാം കിണറ്റിലേക്ക് ഇട്ടു. ചപ്പും ചവറെല്ലാം വന്ന് മുതുകത്ത് വീണപ്പോൾ കഴുതക്ക് മനസ്സിലായി എന്നെ ഇതിലിട്ട് മൂടാനുള്ള പരിപാടിയാണ്. പിന്നീട് വന്ന് ചപ്പും ചവറെല്ലാം കഴുതൊന്ന് കുടഞ്ഞു കളഞ്ഞു. മണ്ണും ചവറും താഴേക്ക് വീണു. ഇതൊന്നും നോക്കാതെ ബുദ്ധിമാന്മാരായ ജനങ്ങൾ ചപ്പും ചവറെല്ലാം ഇട്ടുകൊണ്ടേയിരുന്നു. കഴുത കുടഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം ബുദ്ധിമാന്മാരായ ജനങ്ങളെല്ലാം കബളിപ്പിച്ചുകൊണ്ട് കഴുത ഉയർത്തെഴുന്നേറ്റു. ജെനുവിനായിട്ടുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിൽ പലരും ഈ അഡ്വൈസറെ കളിയാക്കാറുണ്ട്. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്താറുണ്ട്. പിന്നീട് മനസ്സിലാക്കാൻ കഴിയും ഇവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്നിട്ടാണെന്ന്. അങ്ങനെ ശക്തമായ തീരുമാനം എടുത്തുകൊണ്ട് മുന്നേറുന്ന പല സാധാരണക്കാരായ ആളുകളും ഡയമണ്ടായി മാറുന്നത് നാം കാണുന്നുണ്ട്. പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുന്നത് ഒരു ഡയമണ്ടായി നിങ്ങൾ മാറട്ടെ. താങ്ക് യു സോ മച്ച്.